നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടത്തേക്ക് ചില മണ്ഡലങ്ങളിലെ പോലെ ഫോക്കസ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുമുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളായി BJP അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വി മുരളീധരൻ ഓരോ തവണ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോഴും BJP വോട്ട് കൂടിയിട്ടുമുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ ശക്തമായ അടിത്തറ ഉണ്ടാക്കാനായി. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ CPM-ന് അടി പതറിയിരിക്കുക തന്നെയാണ്. അയൽക്കൂട്ടങ്ങളിൽ നിന്നും 5 പേരെങ്കിലും പങ്കെടുക്കണം, ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകണമെന്ന കടകംപള്ളിയുടെ പരിപാടിയിൽ ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടാൻ ശ്രമമെന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോൾ CPM-ന് പേടിയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം. അയൽക്കൂട്ടങ്ങളിൽ നിന്ന് 5 പേരെങ്കിലും പങ്കെടുക്കണം, ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകും. കടകംപള്ളിയുടെ പരിപാടിയിൽ ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടാൻ ശ്രമമെന്ന ആക്ഷേപം. കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടാൻ ശ്രമമെന്ന വിമർശനം. തിരുവനന്തപുരം കഴക്കൂട്ടം രാഗം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിക്കാണ് ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടാൻ ശ്രമിച്ചതെന്നാണ് വിമർശനം. അയൽക്കൂട്ടം അംഗങ്ങൾക്ക് ADS അയച്ച ഭീഷണി സന്ദേശം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പള്ളിത്തറ വാർഡ് ADS ചുമതലയുള്ള യുവതിയാണ് സന്ദേശം അയച്ചത്. അയൽക്കൂട്ടം അംഗങ്ങളോട് നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. എല്ലാ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 5 അതിൽ കൂടുതലോ പേർ പങ്കെടുക്കണം. ആരും ഒഴിവു പറയാൻ പാടില്ല. പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അയൽക്കൂട്ടത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്.